ഹലോ ഗൈസ്, ദാ ഇതൊരു നല്ല മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൻ്റെ മെറ്റീരിയലാണ്. 2 മീറ്റർ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു പെപ്ലം ടോപ്പ് അടിക്കുകയാണ്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ 4 ആക്കി മടക്കി വെക്കുക. 4 ആക്കി മടക്കിയ പീസിനെ ഇതിപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയിട്ടില്ല. ഞാൻ ബാക്ക് വേറെയും ഫ്രണ്ട് വേറെ ആയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ 2 ആക്കി മടക്കിയിട്ടിട്ടുള്ളൂ. എത്രയാണ് ചെസ്റ്റ് അളവ് വേണ്ടത് അതിനനുസരിച്ച് ഞാനൊന്ന് ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടതിന് ശേഷം ഷോൾഡറും ആം ഹോളൊക്കെ അടയാളപ്പെടുത്തി. എൻ്റെ ആം ഹോൾ 5.5 വരുന്നത്. ആം ഹോൾ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അത് കയറി കാണാം. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറയാം എത്രയാണ് നമ്മൾ അളന്നെടുക്കുന്ന ആം ഹോൾ. ആം ഹോൾ എപ്പോഴും ടൈറ്റ് ചെയ്തിട്ട് വേണം അളന്നെടുക്കാൻ. ആ ആം ഹോൾ ബൈ 2 ദെൻ -2 ചെയ്യാം. ദെൻ ബാക്കിലെ കൈക്കുഴിക്ക് വേണ്ടി 1.5 നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ മിഡ് എടുക്കുക. നമ്മൾ ആ ഭാഗത്തിൻ്റെ മിഡ് എടുക്കുക. ഞാൻ ഇവിടെ 5.5 എടുത്തിരിക്കുന്നത്. 5.5 മിഡ് എടുക്കുക. എത്രയാണ് നമ്മളുടെ ആം ഹോൾ വരുന്നത് അതിൻ്റെ മിഡ് എടുക്കുക. ദെൻ ചെസ്റ്റിൻ്റെ ആക്ച്വൽ സൈസ് നമ്മളവിടെ അടയാളപ്പെടുത്തണം കേട്ടോ. എനിക്ക് 8.5 ആണ്, ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഷേപ്പ് ലെങ്ത് എത്രയാണ് നമുക്ക് വേണ്ടത് അത് അടയാളപ്പെടുത്താം. എനിക്കൊരു 14 മതി, അതുകൊണ്ട് ഞാനൊരു 15 ഒക്കെ അടയാളപ്പെടുത്തി. പിന്നെ എത്രയാണ് ഷേപ്പ് നമ്മുടെ അവിടെ വരുന്ന ഷേപ്പ് റൗണ്ട് വരുന്നത് അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ട്. ഇറക്കം ഞാനുള്ളത് ബാക്കാണ്, അതുകൊണ്ട് ഒരു 4 കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കയറ്റണം ഇറക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. പിന്നെ നമ്മൾ മിഡ് അടയാളപ്പെടുത്തി 1.5 അടയാളപ്പെടുത്തി എടുത്തുനിന്ന് ആക്ച്വൽ ലെങ്ത്തിൻ്റെ ചെസ്റ്റിലേക്കും ഒരു കർവ് പോലെ വരച്ചു കൊടുത്ത് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി ബാക്കിൽ നിന്നല്ല ഫ്രണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യാണ്. ഫ്രണ്ടിൽ നമ്മൾ നെക്ക് ആദ്യം വരച്ചു കൊടുത്തു. 6.5 നെക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ കേട്ടോ. വിട്ട് നമ്മൾ 3. പിന്നെ ഇനി എത്രയാണ് ഇറക്കം വേണ്ടത് ആ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തി വെക്കാം. 14 ഞാൻ പറഞ്ഞു. 1 ഇഞ്ച് കൂട്ടി 15 എടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 9.5 ആണ് ഷേപ്പ് റൗണ്ട് എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 10.5 ആണ്. അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ പണി അതുപോലെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ അളവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഇപ്പോൾ പറയാത്തത്. എങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതെന്നോ അതിനെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ആലിയ കട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. അത് ആലിയ കട്ട് ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നേരെ കാണുന്നിടത്ത് തന്നെ നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് ആലിയ കട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ താഴത്തേക്ക് നമ്മൾ ഗ്യാദേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര മെറ്റീരിയലാണ്, അതായത് എനിക്ക് ടോട്ടൽ ഇറക്കാൻ വേണ്ടത് ഒരു 24 ആണ്. അപ്പോൾ 14 നിന്ന് എത്ര കുറച്ചിട്ട് ഉള്ളത് ആവശ്യമുള്ള എത്രയാണോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 15 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഭാഗത്തേക്ക്, ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക്. ബാക്കി എനിക്ക് 24 എന്ന് പറയുമ്പോൾ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടണം ഇറക്കത്തിന് വേണ്ടിയിട്ട്. ബാക്കി എത്രയാണ് എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ അതായത് 26 മൈനസ് 15 എത്രയാണ് കിട്ടുന്നത് അത് നമ്മൾ ഇറക്കായിട്ട് എടുക്കാം. അങ്ങനെ 2 ആക്കി മടക്കി ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എനിക്ക് ഗ്യാദേഴ്സ് ഇടണം. അതുകൊണ്ട് 2 മടക്കിയിട്ട് ഫ്രണ്ടിലത്തേന് മാത്രം ഞാൻ ആലിയക്കട്ടിൻ്റെ നമ്മളുടെ വരച്ച സ്ലോപ്പില്ലേ ആ സ്ലോപ്പ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തേന് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിലത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ജസ്റ്റ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല വലിയ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല വീതിയിൽ നല്ലപോലെ ഞെറിവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് വീതിയിലുള്ള ഞെറിവിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞെറിവ് എങ്ങനെ വേണം, വീതി കൂട്ടണോ വീതി കുറയ്ക്കണോ എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീതിയുള്ള ഞെറിവ് ഉള്ളിലേക്കും പുറത്തേക്കും നന്നായിട്ട് വീതി ഉള്ള ഞെറിവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് കാണിച്ചു തരാണ് എങ്ങനെയാണെന്ന് കേട്ടോ. ഒരൊറ്റ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഞാൻ ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറക്കത്തിലേക്ക് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും അവിടെ നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡുകളൊക്കെ ആദ്യം അടിച്ചു വയ്ക്കും. ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ എല്ലാ സൈഡുകളും കണ്ട എഡ്ജുകൾ ഇങ്ങനെ അടിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ തെന്നിപ്പോവില്ല. ഒന്നാമത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ കുറച്ച് തെന്നി പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കുന്ന സമയത്ത് ആ പെർഫെക്ഷൻ കിട്ടാണ്ട് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരികു ചേർത്ത് എല്ലാം ആദ്യം അടിച്ചു വെക്കുന്നത്. ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും പിന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കഴുത്തിൻ്റെ ഭാഗത്തും എല്ലാം വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കഴുത്തിൻ്റെ ഭാഗത്ത് അടിച്ചിട്ട് മറച്ച് വെച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ അടിക്കാറ്. പക്ഷേ ഇത് ഞാൻ
നമ്മുടെ ഫേസിങ് പീസ് സ്റ്റിഫ് വെച്ചിട്ട് ആണ് കഴുത്ത് ബാക്ക് ഫ്രണ്ടും കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ അരിവ് ചേർത്ത് ലൈനിങ്ങും ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ല പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തെന്നിപ്പോവില്ല, നമ്മൾ അടിക്കുമ്പോൾ ഒന്നും തെന്നിപ്പോവില്ല, നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഞെറിവൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ബാക്കും ഫ്രണ്ടും ചെയ്തതിന് ശേഷം ഇറക്കത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ബാക്കി ബോഡി ലെങ്ത്തിന് വേണ്ടിയിട്ടുള്ളത് ഞെറിവിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗങ്ങളൊക്കെ അടിപ്പൊക്കെ ചേർത്ത് അടിച്ചു കൊടുക്കാം, അതിനുശേഷം ഞെറിവിട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയല്ല ചെയ്ത്, ആദ്യം ഞെറിവിട്ട് കൊടുത്തതിന് ശേഷമാണ് മടക്കിയടിക്കലൊക്കെ ഉണ്ടായത് കേട്ടോ. കണ്ട, ഇതുപോലെ ഞാൻ വലിയ വീതിയുള്ള, ഇത് ബാക്കാണ് എടുത്തിരിക്കുന്നത്, വീതിയുള്ള ഞെറിവുകളൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കും ഫ്രണ്ടും നമ്മളിങ്ങനെ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളുടെ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഞെറിവിട്ട് കൊടുക്കുക. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനോടുകൂടി ഇനി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇത് ബാക്ക് ആകുമ്പോൾ നമുക്ക് ഏത് അറ്റത്തു നിന്നാണോ ആ അറ്റത്തു നിന്ന് ഡയറക്റ്റ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഈസിലി അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഒന്നിങ്ങനെ പിടിച്ചിട്ടൊക്കെ അറ്റാച്ച് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ചുക്കി ചുളുങ്ങണൊക്കെ ഒരു സീനൊക്കെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ടൊക്കെ വേണം, താഴത്തേക്ക് നോക്കി അതൊന്ന് പിടിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം എൻ്റെ ബാക്കിലെ പോർഷൻ അങ്ങനെ കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ നമ്മളിതാ ആലിയക്കട്ടല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഫ്രണ്ടിലുള്ള ഞെറിവ് നമുക്ക് ഒരു മടങ്ങിയ പോലെ ഇരിക്കാതിരിക്കാം, പൊന്തി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നടുക്കുന്ന് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആലിയക്കട്ട ആയതുകൊണ്ടാണ്. സാധാരണ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ നടുക്കുന്ന് ആദ്യം അടിച്ചെടുക്കുക, അതിനുശേഷം അപ്പുറത്ത് നടുക്കുന്നു അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിഫ് എടുത്തിട്ട് നമ്മുടെ കഴുത്ത്, ഏത് കഴുത്താണോ നമുക്ക് വേണ്ടത് ആ കഴുത്ത് നമുക്ക് വരച്ചു കൊടുക്കാം. എനിക്ക് വേണ്ടത്, ഞാനൊരു സ്വീറ്റ് ഹാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു സ്വീറ്റ് ഹാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ. സക്സസ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വൈഡാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത്രയും വൈഡ് പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. അതാണ് 3 ഇഞ്ച് വിട്ട് കൊടുത്തത്. നമുക്കൊരു കുറച്ചും കൂടി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ, മീഡിയം സൈസിന് കുറച്ചും കൂടി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3.25 നിൽക്കും കേട്ടോ. കേട്ടോ, സ്വീറ്റ് ഹാർട്ടായിട്ടുള്ളത് കിട്ടി. ഇനി നമ്മളത് ഏതെങ്കിലും നമ്മുടെ മെറ്റീരിയലിൽ തേച്ച് പിടിപ്പിച്ച് ആദ്യം നമ്മളുടെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ മടക്കുക. നല്ല മെറ്റീരിയൽ മടക്കിയതിന് ശേഷം അതിൻ്റെ നടുക്കൊരു നോച്ചിട്ട് കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിഫ് ഇങ്ങനെ അടിച്ച് പിടിപ്പിക്കാനാണ് നടുക്കുള്ള. അപ്പം തെന്നിപ്പോണ സീൻ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 നടുക്കും ഒരുമിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നടുക്ക് കൂടെ ആദ്യമായി ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തെന്നിപ്പോകുന്ന ഇഷ്യൂ ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇങ്ങനെ തെന്നി കളിക്കുന്നൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ആ ഭാഗം വെട്ടിക്കൊടുത്തതിന് ശേഷം മറച്ച് വെച്ച് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, വിട്ടുപോകാതിരിക്കാനൊക്കെ, സ്റ്റിച്ചുമ്മ കയറി വെട്ടാതിരിക്കാനൊക്കെ. പിന്നെ നമ്മളിനി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എവിടെയാണോ അതിൻ്റെ മേലെ കയറ്റി സ്റ്റിച്ച് ചെയ്തത് മടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് ഇരിക്കും. പിന്നെ നമ്മളിവിടെ ഒരു ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നീറ്റായിട്ടിരിക്കും. ബാക്കിൽ ഞാൻ അതുപോലെ സ്റ്റിഫ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടി കൈ വെക്കാവുന്നുള്ളൂ. കൈ നമുക്ക് ഇതും നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള കൈകൾ വെച്ച് കൊടുക്കാം. ഞാനൊരു ക്യാപ്പ് കട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൈയാണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാനത് സ്ലീവ്ലെസ് തയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ പ്ലാൻ മാറ്റിയിട്ട് ഒരു ചെറിയൊരു ക്യാപ്പ് ഹാൻഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു ക്യാപ്പ്, അത്രയേ ഉള്ളൂ. അതിനാണ് ഞാനിങ്ങനെ ഒരു 3.5 ഞാൻ എടുത്തിരിക്കുന്നത്. 3 ഇഞ്ചാണെങ്കിൽ ശരിക്കും വേണ്ട, 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ട് പോകുന്നതാണ്. ഇതുപോലെ ഞെറിവിട്ട് തയ്ച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതോടെ അവിടെ നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് ഗ്യാദേഴ്സ് ഇടുന്നത്. ഇതിന് നല്ല വശം ഇങ്ങനെയൊക്കെ ചേർത്ത് കൈ വയ്ക്കുക, നല്ല വശവും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഈ കൈയിൻ്റെ നടുക്കുള്ള ഭാഗം ഷോൾഡറിൻ്റെ ഭാഗവും കൂടി ഒരുമിച്ച് വെച്ച് പകുതി വെച്ച് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കൈ കിട്ടുവേ. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, നല്ല ഭംഗിയിലുള്ള കൈ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കൈയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ കഴുത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ അടിപൊളിയായിട്ടുള്ള പെപ്ലം ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഷോർട്ട് കുർത്തിന്നോ അതുപോലെ ടോണിക് ടോപ്പെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആലിയ കട്ട് മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.